കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പ്രേക്ഷകർ കണ്ടൊരു കാഴ്ച കൃഷ്ണകുമാറിൻ്റെ കുടുംബം കരയുന്നത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ വിഷമിക്കുന്നതും കണ്ടു. അതിന് കാരണം സിന്ധുവിൻ്റെ അച്ഛൻ്റെ മരണമാണ്. രംഗനാഥൻ്റെ മരണം അവിടെയുള്ള കുട്ടികളെയും വളരെയധികം വേദനിപ്പിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ആ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടിയായ ഹൻസിക പങ്കുവച്ചിരിക്കുന്നത്. 2 ദിവസമായി പോസ്റ്റുകളൊന്നും പങ്കുവച്ചിട്ടില്ല. സഹോദരിമാരും അമ്മയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവച്ചുവെങ്കിലും ഹൻസികയെ ഇതുവരെ കാണാൻ തന്നെ ഇല്ലായിരുന്നു. ഇത്രയും ദിവസം ഹൻസികയെ കാണാനില്ലാത്തതിൻ്റെ കാരണം ഇപ്പോൾ ഈ പോസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നാണ് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ പറയുന്നു. ഹൻസിക വികാരഭരിതമായി ഇങ്ങനെ തന്നെയാണ് ഇതിനെക്കുറിച്ച് എഴുതുന്നത്. വികാരഭരിതമായി എഴുതുന്നതിനേക്കാൾ ഉപരി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഹൻസിക അത്രയും വികാരതയായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വിഷമത്തിലായത്. മുത്തശ്ശ, നിങ്ങൾ ഞങ്ങളെ വിട്ടുപോയിട്ട് 6 ദിവസമായി. എനിക്കിത് ഇപ്പോഴും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അതാണ് എൻ്റെ അവസ്ഥ. നിങ്ങളുടെ സാന്നിധ്യം ഓരോ നിമിഷവും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഞങ്ങൾക്ക് വളരെ ജീവനുള്ളതായി തോന്നുന്നു. സ്വർഗത്തിൽ നിന്ന് ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടാകും. എനിക്കറിയാം, നിരീക്ഷിക്കുന്നുണ്ട്. നീ ഏറ്റവും മധുരമുള്ള ആത്മാവാണ് എന്ന് മുത്തശ്ശനോട് പറയുകയാണ് ഹൻസിക. നിങ്ങളുടെ തമാശകൾ എനിക്ക് വളരെ നഷ്ടമാകുന്നു. കുറച്ചുകൂടി വളർന്നതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതിലും വലിയ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. എന്നും ഇനി നിങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും ഒരുപോലെയാണ്. ആ ചിന്ത എന്നെ തകർക്കുന്നു, അതേസമയം എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 20 വർഷം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങളുടെ പേരക്കുട്ടിയാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം ഭാഗ്യവതിയാണ്. നിങ്ങളോടൊപ്പം ഡ്രാമകൾ കാണാൻ സാധിച്ചതൊക്കെ തന്നെയും എനിക്ക് വളരെയധികം ഭാഗ്യമായി കാണുന്നു. അത് ഇനി എനിക്കില്ലല്ലോ എന്നതാണ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ വിഷമം എന്ന് തന്നെ പറയുന്നു. എന്നോടൊപ്പം ഡ്രാമ കാണാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷേ എൻ്റെ മുത്തശ്ശൻ എന്നോടൊപ്പം ഇരുന്ന് കാണും. അതെനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അത് അദ്ദേഹത്തിനും വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ പുഞ്ചിരി, ശുദ്ധമായ നിഷ്കളങ്കമായ പുഞ്ചിരി, അത് കാണാനാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് TV കാണുന്നത് ഉൾപ്പെടെ എല്ലാം ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. ശരിക്കും പറഞ്ഞാൽ എങ്ങനെ എനിക്ക് ഇത് കടന്നു പോകണമെന്നറിയില്ല. നിങ്ങളൊരു അത്ഭുതകരമായ ഒരു മനുഷ്യൻ തന്നെയാണ്. എത്ര പറഞ്ഞാൽ അത് മാറില്ല. നിങ്ങളൊരു അത്ഭുതകരമായ മനുഷ്യനും അച്ഛനും മകനും സഹോദരനും ഭർത്താവും ഒക്കെയാണ്. ഇപ്പോൾ നല്ലൊരു മുത്തശ്ശനാണെന്ന് കൂടി ഞാൻ പറയുന്നു. വഴിയിൽ എവിടെയോ എപ്പോഴെങ്കിലും ഒരാളെ പോലെ അത് പ്രേരിപ്പിച്ചു. എൻ്റെ മുത്തശ്ശ, എൻ്റെ സുന്ദരൻ മുത്തശ്ശ, നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് യാത്ര പറയുക? നിങ്ങളോട് യാത്ര പറയാൻ എനിക്ക് ആകില്ലല്ലോ. എങ്ങനെയെങ്കിലും എനിക്ക് നിങ്ങളെ കണ്ടാൽ മതി. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ കടന്നു നീങ്ങുന്നത്. ഇങ്ങനെയാണ് ഹൻസിക വികാരഭരിതമായി തന്നെ സോഷ്യൽ മീഡിയയിൽ എഴുതിയ കുറിപ്പ്. പ്രേക്ഷക പ്രീതിയോടെ തന്നെ വളരെ പെട്ടെന്ന് മുന്നേറുന്നൊരു വാർത്ത എന്ന് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാം. കാരണം എല്ലാവരും ഹൻസികയെക്കുറിച്ച് ഇങ്ങനെയല്ലായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ കുഞ്ഞെ, നീ ഞങ്ങളെല്ലാവരെയും കരയിപ്പിച്ചു എന്ന് പ്രേക്ഷകർ പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.